ടിബറ്റൻ ബുക്ക് ഓഫ് ദി ഡെഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സത്യത്തിൽ ഇതൊരു ഭൂപടമാണ്. മരണത്തിനപ്പുറത്തേക്കുള്ളൊരു വഴികാട്ടിയല്ല, മറിച്ച് നമ്മുടെയെല്ലാം മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള, അതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്കുള്ള ഒരു മാപ്പാണ്. അപ്പോൾ നമുക്കൊരുമിച്ച് ഈ ഒരു നിഗൂഢമായ യാത്ര തുടങ്ങാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം, അല്ലേ? എന്താണ് മരണശേഷം? ഓരോ സംസ്കാരത്തിനും ഓരോ മതത്തിനും ഇതിന് അവരുടേതായ ഉത്തരങ്ങളുണ്ട്. എന്നാൽ ഇതിനൊരു വളരെ വ്യത്യസ്തമായ സമീപനം നൽകുന്ന ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതൊരു വെറും വിശ്വാസ സംഹിത എന്നതിലുപരി മരണത്തിനു ശേഷമുള്ള ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഗൈഡ് പോലെയാണ്. ആ നിഗൂഢമായ ഭൂപടമാണ് നമ്മളിന്ന് തുറന്നുനോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഗ്രന്ഥത്തിന്റെ ശരിക്കുള്ള പേര് ബാർഡോ തോഡോൾ എന്നാണ്. ഇത് മരണത്തെക്കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന വിവരണമൊന്നുമല്ല, മറിച്ച് മരണത്തിന് ശേഷമുള്ള അവസ്ഥയിലൂടെ നമ്മുടെ ബോധത്തെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രാക്ടിക്കൽ ഗൈഡാണ്. ബാർഡോ തോഡോൾ. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? മരണാനന്തര ലോകത്ത് കേൾവിയിലൂടെ വിമോചനം നേടുക. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, മരണശേഷം ചില നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിലൂടെ മാത്രം ഒരാളുടെ ബോധത്തിന് മോക്ഷം നേടാൻ കഴിയുമെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരാശയമാണതല്ലേ? ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഇതിന് ഇന്നത്തെ ലോകത്ത് ഇത്രയും പ്രസക്തി നൽകിയത് ആരാണെന്നോ? പ്രശസ്ത സൈക്കോളജിസ്റ്റായ കാൾ യുങ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഇത് മരണത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമല്ല, മറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണിത് എന്നാണ്. അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. ഇവിടെയാണ് വിമോചനത്തിനുള്ള ഏറ്റവും വ്യക്തവും നേരിട്ടുള്ളതുമായ ഒരവസരം വരുന്നത്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് മരണത്തിന്റെ ആ ഒരു നിർണായക നിമിഷത്തിൽ നമ്മുടെ ബോധം ശുദ്ധവും അതിരുകളില്ലാത്തതുമായ ഒരു പ്രകാശത്തെ കാണുമെന്നാണ്. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം പോലെ ശൂന്യവും എന്നാൽ സ്ഫടികം പോലെ ക്ലിയറുമായ ഒരവസ്ഥ. ഇവിടെയാണ് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം വരുന്നത്. ആ പ്രകാശത്തെ തിരിച്ചറിയുക, അതിൽ ലയിക്കുക. കാരണം അത് പുറത്തുനിന്നുള്ള എന്തോ ദിവ്യമായ ഒന്നല്ല, അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ബോധത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ഇനി ആദ്യത്തെ ചാൻസിൽ ആ പ്രകാശത്തെ സ്വന്തം ബോധമായി തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ബോധം ഒരുതരം പ്രകാശരൂപത്തിൽ ഞാൻ മരിച്ചോ ഇല്ലയോ എന്ന കൺഫ്യൂഷനിലായി അലഞ്ഞു നടക്കാൻ തുടങ്ങും. ഇനി യാത്രയുടെ അടുത്ത ഘട്ടം. ഇതിനെ ചോയ്നിഡ് ബാർഡോ അഥവാ യാഥാർത്ഥ്യത്തിന്റെ ബാർഡോ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ മനസ്സ് ഒരു സിനിമാ പ്രൊജക്ടർ പോലെ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പുറത്ത് ദൃശ്യങ്ങളായി തെളിഞ്ഞുവരാൻ തുടങ്ങും. ഇവിടെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത്. ഇനി കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം, അത് സ്വർഗം പോലെ മനോഹരമായാലും നരകം പോലെ ഭയാനകമായാലും, അവയൊന്നും പുറത്തുള്ള ദൈവങ്ങളോ പിശാചുക്കളോ അല്ല. അവയെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഈ ഒരൊറ്റ തിരിച്ചറിവാണ് വിമോചനത്തിലേക്കുള്ള താക്കോൽ. ഈ ഘട്ടത്തിലെ ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ശാന്തരായ ദേവതകളെയാണ്. 1-ാം ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കൂ, 1-ാമത്തെ ദിവസം വൈരോചനൻ എന്നൊരു ദേവത പ്രത്യക്ഷപ്പെടും. ആ ദേവതയിൽ നിന്ന് വരുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്നൊരു നീല വെളിച്ചമാണ്. അതാണ് ശരിക്കും വിമോചനത്തിലേക്കുള്ള വഴി. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത കാരണം വേറൊരു വെളിച്ചവും വരും. ദേവന്മാരുടെ ലോകത്തേക്കുള്ള ഒരു മങ്ങിയ വെള്ള വെളിച്ചം. അതൊരു പ്രലോഭനമാണ്. ഇവിടെയാണ് നമ്മുടെ മുന്നിലുള്ള ചോയ്സ്. ആ ശരിയായ വെളിച്ചം തിരഞ്ഞെടുക്കണോ അതോ പ്രലോഭനത്തിൽ വീഴണോ എന്നുള്ളത്. ഈ ഒരു പാറ്റേൺ ജയസുളകിഴ കുറച്ച് ദിവസങ്ങളിലും ആവർത്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 2-ാം ദിവസം നമ്മുടെ ഉള്ളിൽ ദേഷ്യത്തിൽ നിന്ന് നരകത്തിലേക്ക് നയിക്കുന്ന ഒരു പുക നിറഞ്ഞ പ്രകാശം വരും. പക്ഷേ അതിനൊപ്പം തന്നെ വിമോചനത്തിലേക്കുള്ള കണ്ണാടി പോലെ വ്യക്തമായ ഒരു വെള്ളവെളിച്ചവും തെളിയും. ഓരോ ദിവസവും ഇതുപോലെയാണ്. നമ്മുടെ ഓരോ നെഗറ്റീവ് വികാരവും, അതായത് അഹങ്കാരം, ആസക്തി, അസൂയ, അതൊക്കെ നമ്മളെ താഴേക്ക് വലിക്കുമ്പോൾ അതിന് മറികടക്കാനുള്ള ജ്ഞാനത്തിന്റെ പ്രകാശവും കൂടെ ഉണ്ടാകും. 2-ാമത്തെ ആഴ്ചയാവുമ്പോഴേക്കും കാഴ്ചകളൊക്കെ ആകെ മാറും. ശാന്തതയ്ക്കു പകരം ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പക്ഷേ അവയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. ഇതാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരാശയം. ഈ ഭീകരരൂപികളായ രൗദ്രദേവതകൾ യഥാർത്ഥത്തിൽ പുതിയ ആൾക്കാരല്ല. അവർ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അതേ ശാന്തരായ ദേവതകൾ തന്നെയാണ്. അവരുടെ ഭാവം മാറിയെന്ന് മാത്രം. ഒരേ എനർജിയുടെ തന്നെ ശാന്തവും രൗദ്രവുമായ 2 മുഖങ്ങൾ. ഇവരുടെ രൂപം കാണാൻ വളരെ ഭയാനകമാണ്. ഒന്നിലധികം തലകളും കൈകളുമൊക്കെയായി തീക്ഷ്ണമായ നോട്ടം, തലയോട്ടികൊണ്ടുള്ള മാലകൾ, രക്തം കുടിക്കുന്ന മോശം. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഉള്ളിലെ തന്നെ അനിയന്ത്രിതമായ ഊർജത്തിന്റെ പ്രതിഫലനങ്ങളാണ്. എന്നാൽ ഇത്രയും ഭീകരമായ കാഴ്ചകൾ കാണുമ്പോഴും അടിസ്ഥാനപരമായ നിർദ്ദേശം ഒന്നുതന്നെയാണ്: പേടിക്കരുത്, തിരിച്ചറിയുക.
കാരണം ഈ രൂപങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെ തന്നെ ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകങ്ങളാണ്. അവയെ പേടിക്കുന്നതിന് പകരം ഇതെന്റെ തന്നെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവയുടെ ഭീകരത ഇല്ലാതാവുകയും വിമോചനം സാധ്യമാവുകയും ചെയ്യും. ഇത്രയധികം അവസരങ്ങൾ കിട്ടിയിട്ടും വിമോചനം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബോധം പുനർജന്മത്തിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മുടെ കർമ്മത്തിന്റെ കാറ്റ് നമ്മളെ അടുത്ത ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ നമ്മുടെ ബോധത്തിന് ഒരു ഭൗതിക ശരീരമില്ല. അതിനെ ഒരു സ്വപ്നത്തിലെ ശരീരം പോലെയെന്ന് പറയാം. അതിന് ഒരു രൂപമുണ്ട്, പക്ഷെ അത് നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും കൊണ്ട് മാത്രമുണ്ടാക്കിയതാണ്. ഈ ശരീരത്തിന് ചില സൂപ്പർ പവേഴ്സൊക്കെ ഉണ്ട്. ചുമരിലൂടെയും മലകളിലൂടെയും ഒക്കെ പോകാം. എവിടെ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ടെത്താം. പക്ഷേ ഇതിനൊരു വലിയ ദൗർബല്യവുമുണ്ട്. അതിന് സ്വന്തമായൊരു നിയന്ത്രണവുമില്ല. നമ്മുടെ മുൻകാല കർമ്മങ്ങളുടെ കാറ്റ് ഒരു തൂവൽ പോലെ അതിനെങ്ങോട്ടേക്ക് വേണമെങ്കിലും പറത്തിക്കൊണ്ടുപോകും. പുനർജന്മത്തിനു തൊട്ടുമുമ്പ് ബോധം ചില അവസാന വെല്ലുവിളികളെ നേരിടും. തകർന്നു വീഴുന്ന മലകളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളുമൊക്കെ. ഒടുവിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധത്തിൽ 3 വലിയ കൊക്കകൾ പ്രത്യക്ഷപ്പെടും. എന്നാൽ ഈ അവസാനത്തെ വലിയ തടസ്സങ്ങളും പുറത്തുള്ള ഒന്നല്ല. ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ആ 3 കൊക്കകൾ നമ്മുടെ ഉള്ളിലെ തന്നെ ദേഷ്യം, അടക്കാനാവാത്ത ആഗ്രഹം, പിന്നെ അറിവില്ലായ്മ എന്നിവയാണ്. അവസാനത്തെ വെല്ലുവിളിയും നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ടിബറ്റൻ ബുക്ക് ഓഫ് ദി ഡെഡ് വിവരിക്കുന്നത് മരണത്തിനപ്പുറമുള്ളൊരു ലോകത്തെക്കുറിച്ചാണോ? അതോ നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ജീവിതകാലം മുഴുവൻ നാം അഭിമുഖീകരിക്കുന്ന നമ്മുടെ സ്വന്തം മനസ്സിന്റെ തന്നെ ആഴത്തിലുള്ളൊരു ഭൂപടമാണോ അത്? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.